രാമായണ പാരായണം 31 ദിവസം. അയോധ്യാപ്രവേശം. ഓം ഗം ഗണപതേ നമ. ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥനെഴുന്നള്ളും നേരത്തു രാജ്യമലങ്കരിക്കണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്ഥയാ ദീപാവലിയും ഉണ്ടാക്കണം. സൂതവൈതാളിക വന്തി സ്തുതി പാടകാതി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം. പാദ്യാദികളും ഒരുക്കണമേവരും. രാജതാരങ്ങളും ആത്യജനങ്ങളും വാജീകജരത പങ്ക്തി സൈന്യങ്ങളും വാരനാരി ജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തെളിപ്പിക്കുകയും വേണം. പൂർണ്ണ കുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങൾ ആബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമാറങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ. വരണേന്ദ്രന്മാരൊരു 10,000 തേരും അവണ്ണം 10,000 ഉണ്ട്. 100,000 തുരകങ്ങളുമുണ്ട്. 500,000 ഉണ്ടു കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴറിനാർ. പാതുകാമൂർത്തിനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ആദരവുൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണാഴ്ച മഞ്ഞിതു ദൂരെ മനോഹരം. പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യമായുള്ളൊരു സൈന്യസമന്വിതം കണ്ടുകൊൾവിൻ. പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘനം അഭ്രദേശത്തോളം ഉൽപ്പതിച്ചു ബലാൽ. ബാലവൃദ്ധ സ്ത്രീ തരുണ വർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും. ചാരുവിമാനാഗ്രസംസ്ഥിതനാം ജഗൽ കാരണഭൂതനെ കണ്ടു ഭരതനും മേരുമഹാഗിരിമൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ചിൽപുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം. ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണേന്ദ്രനും ഉത്സംഗസീമിനി ചേർത്തിയിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയാ സോദരമൂർധന് വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വാഴുന്ന നേരത്തു. ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാനാശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിയിടിനാനാദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവനങ്കദൻ ജാമ്പവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ ദതിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി മറ്റുമേവം കവിനായകന്മാരെയും മുറ്റും ആനന്ദേന ഗാഠം പുണർന്നിതു. മാരുതിവാച ഭരതകുമാരനും പൗരുഷവേഷം ധരിച്ചാർ കവികളും. പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാരവർകളും. സുഗ്രീവനെ കനിവോട് പുണർന്നത് ഗദ്ഗദവാച പറഞ്ഞു ഭരതനും.
നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും 4 സുതന്മാർ ദശരഥ ഭൂപനിക്കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമഭ്രാതാ ഭവാനിന് ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്ത്യ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർനാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയിയാകിയ മാതൃപദത്തെയും കാകുൽസ്തനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ. ഉൾക്കാമ്പഴിഞ്ഞു പുണർനാരവർകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർനാരവർകളും. സുഗ്രീവനാദികളും തൊഴുതിടിനാരഗ്രേ വിനീതയായി നിന്നിതു താരയും. ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുകാദ്വന്ദ്വും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാദരാൽ. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേനടിയനെന്നു നിർണയം. വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ. പണ്ടേതിലിന്നു 10 മടങ്ങായുടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും. ത്യാജമല്ലൊട്ടും ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതുമാലംബനമില്ല കാരുണ്യവാരിധേ. രാജ്യാഭിഷേകം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം മഹീതലം തന്നിൽ ഇറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷനരുൾ ചെയ്താനന്തരം. ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ. വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും. എന്നരുൾ ചെയ്തതു കേട്ട് വന്ദിച്ചു പോയി ചെന്നളകാപുരിപുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയും ഇരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പലസംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലം എന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗളൻ. നിർമ്മലൻ നിത്യൻ നിരൂപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ. തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ എങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസപുരസ്സരം. മനസ്സേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിലതിനൊരു കീടുകെല്ലാം എന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായ ശത്രുഘ്നനും തഥാ ശ്മശ്രുണീ കൃന്ദകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദചേതസ.
ലക്ഷ്മണൻ ദാനം ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജഡാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യാലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ട നാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുത വാനരനാരീജനത്തിനും കൗസല്യദാനാദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസന്തനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതിദാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യാലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലമ്മാറു നാദന്നകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ നാരദം പിമ്പേ നടന്നിതു ശംഖനാഥത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവചനവും വീനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തുലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണം എഴുന്നള്ളുന്നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷംബരം പുണ്യപുരുഷമാലോക്യ നാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്ദിരതുല്യമാം തദാലയം കണ്ടു വന്ദിച്ചകമ്പുക്കു മാതാവു തൻപദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരമാസ്തയാ ചൊന്നാൻ അവിളംബിതം ഭവാൻ. ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന്നോരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിരയേ നീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജൻ ഇപ്പോൾ അഭിഷേക കർമ്മവും മംഗളമാറു നീ കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി. 4 സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാംബവാനും അരുൾപുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേന വായ്ക്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടു വരികയെന്നയച്ചോരവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാദിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ. തൽക്ഷണേ ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാബാലി ഗൗതമൻ വാൽമീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. പൊന്നിൻ കലശങ്ങളായിരത്തെട്ടും അങ്ങന്യൂനശോഭം ജപിച്ചാർ മറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ണം പൂണ്ട ചാമരം വീനാർ. ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ അനുകൂലനാഥനോ സർവരത്നോജ്വലമായ
ഹാരം പുനരുർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവ അപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധദൂർവാദള ശ്യാമളം കോമളം പദ്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം പീതാംബരപരിശോഭിതം ഭൂധരം സീതയാ വാമാംഗ സംസ്ഥയാ രാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവബാന്ധവ വംശസമുത്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടദം സേവ്യമനാമയം ഭക്തി കൈക്കൊണ്ടു ഉമാദേവിയോടും വന്നു. ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായ തേ നമ കുണ്ടലിനാഥ തൽപായ നമോ നമ കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ ആദിമധ്യാന്തഹീനായ നമോ നമ വേദസ്വരൂപായ രാമായ തേ നമ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമ ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിബുധേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തിത്തുടങ്ങിനാൻ. ബ്രഹ്മവരം കൊണ്ടഹം കൃതനായോരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ. കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ ത്വൽപ്രസാദത്താൽ അവൻ വ്രതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും. അന്നിന്നവണ്ണം ഓരോ തരമാപത്തു വന്നാലതു തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നതുത്തമ പുരുഷ ഞാൻ പറയണമോ. എല്ലാം ഭവൽ കരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ആദിത്യരുദ്ര വസു പ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആശരവംശവിനാശനനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തൊൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ത്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്നു തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കൽ ഇഷ്ടിയുമുണ്ടായതിൽ ഇഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കയായ കാരണം ദണ്ണവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോവിനാശനനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ. പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തികണ്ഠാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം സഞ്ചരിക്കാം ഇനി കാരുണ്യവാരിധേ നിൻ ചരുണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം. പന്നകതൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേ വയം വന്ദാമഹേ വയം. കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പോഴ്നാരതിദ്രുതം. കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്നു കേൾക്കുന്നേരം അമ്പരമാർഗേ നടക്കുമാറില്ലിനി നിൻ പാദപത്മം ഭജിക്കായി വരേണമേ.
സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യവാരിധേ, രക്താരവിന്ദാഭ പൂണ്ട ഭവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാത തത്വാത്മനെ പരമാത്മനെ തേ നമ. ചാരുരൂപം തേടും അപ്സരസാം ഗണം, ചാരണന്മാരുരകന്മാർ മരുത്തുകൾ, തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അംബരചാരികൾ മറ്റുള്ളവർകളും, സ്പഷ്ടവർണോദ്യൻ മധുരസ്പദങ്ങളാൽ തുഷ്ട്യാ കണക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു. താരകബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനാർ. സച്ചിൽ പരബ്രഹ്മ പൂർണമാത്മാനന്ദം അച്യുതം അദ്വൈയം ഏകനാമയം. ഭാവനയാ ഭവൽപദാംബോജവും സേവിച്ചിരുന്ന ജഗൽത്രയവാസികൾ, സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം, സോദരവാനര താപസ രാക്ഷസ ഭൂദേവവൃന്ദ നിഷേവ്യമാണംബരം രാമം അഭിഷേകതീർത്ഥാർദ്ര വിഗ്രഹം, ശ്യാമളം കോമളം ചാമേകരപ്രഭം ചന്ദ്രബിംബാനനം ചാർവായതഭുജം, ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭരാപരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരേ, സസ്യസമ്പൂർണമായി വന്നിതവനെയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും, വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളക്കാലമൂഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ, 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്ര്യമനഘമനുപമം ആദിത്യപുത്രനും നൽകിനാനാദരാലാദേയാധിപ പുത്രതനയനും അംഗദദന്തും കൊടുത്തോരനന്തരം മംഗളാപാങ്കിയാം സീതയ്ക്കു നൽകിനാൻ. നേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും ഭാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. കണ്ട ദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭർതൃമുഖാബ്ജവും മാരുതി വക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമനന്നേരം മംഗളദേവതയോട് ചൊല്ലിയിടിനാൻ. ഇക്കണ്ടർവർകളിൽ ഇഷ്ടനാകുന്നതാരുൾ കമലത്തിൽ നിനക്കു മനോഹരേ, നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോമലേ. എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാന് നൽകിനാൾ. ഹാരവും പൂണ്ടു വിളങ്ങിനാൻ ഏറ്റവും മാരുതിയും പരമാനന്ദ സംയുതം. അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിതാനന്ദപരവശനായി മധുരാക്ഷരം. മാരുതനന്ദന വേണ്ടും വരത്തെ നീ വീര വരിച്ചുകൊള്ളുകേതും മടിയാതെ. എന്നതു കേട്ടു വന്ദിച്ചു കപീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ, നിൻ തിരുവടി തന്നെ നാമവും ചാരുചരിത്രവും ഉള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ടാതയാനിധേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷനനുഗ്രഹം നൽകിനാൻ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ,
ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ജാനകീ ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദബാഷ്പരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയാ പരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം പൊക്കു തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ. ഗച്ഛ സഖേ പുരം ശൃംഗിവേരം ഭവാൻ. മച്ചരിതങ്ങളും ചിന്തിച്ചു വഴുക നീ. ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിടുകെന്നോടു നീ. ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനു യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാശിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മാല്യകളഭ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠം ഗാഠം പുണർനാദരാൽ മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധപൂകെന്നയച്ചരുളിയിടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ട് കിഷ്കിന്ധപുക്കു സുഖിച്ചു മരുവിനാൻ. സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞ ശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോരോ തരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹരാജ്യത്തിനു പോകുന്നു പുൽകി കനിവോട് യാത്ര വഴങ്ങിനാൻ. കശിരാജാവിനും വസ്ത്രാഭരണങ്ങളാശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മലഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദം ഉൾക്കൊണ്ടുപോയാരവർകളും. നക്തഞ്ചരേന്ദ്രൻ വിഭീഷണനേരം ഭക്ത്യാ നമസ്കരിച്ചാൻ ചരണാംബുജം. മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ. ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴുക നീ. നാശമരികളാലുണ്ടാകയില്ലതേ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിയിടുകെന്നു നിയോഗിച്ചു. മുക്താഫലമണി സ്വർണാഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാനയച്ചാവിർമുത പുണർന്നിടിനാൻ. പിന്നെയും ചിത്തെ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗതവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ. ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. ശ്രീരാമന്റെ രാജ്യഭാരഫലം. ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈദവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവുമൊരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യൂഭയവുമൊരുത്തർക്കുമില്ലല്ലോ. ബാലമരണമകപ്പെടാറുമില്ല. കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാരാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനും ഉണ്ടനുകമ്പ മാനസേ. നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കുകയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖം എന്തോന്നിതിൽ പരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാർ. രാമായണത്തിന്റെ ഫലശ്രുതി. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യന ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം
ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യയായ യുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഭീതൻ ഇതു കേൾക്കിൽ നിർഭയനായി വരും വ്യതിതൻ കേൾക്കിലാനാതുരനായി വരും ഭൂതദൈവാത്മമോധമായുടനുടനുണ്ടാകുമാദികളെല്ലാം അകന്നുപോം നിർണയം ദേവ പിതൃഗണതാപസമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കും അത്യരം കൽമഷമെല്ലാം അകലും അതല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരനദ്രിസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത് അധ്യാത്മരാമായണേ ഉമാ മഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം.